ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. കിച്ചൺ ടീമിലെ പഞ്ചസാര തീർന്നു അത്ര, കോഫിപ്പൊടി കാണാനില്ല. ഈ ചെറിയൊരു കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ വലിയ ഓർഗ്യുമെന്റിൽ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനുമോളും നെവിനും ചേർന്നിട്ട് അനുമോൾ പറയാണ് നെവിൻ ഇടയ്ക്കിടയ്ക്ക് ചായ വെച്ച് കുടിക്കുമോ അത്ര, അതുകൊണ്ട് അവിടെ പഞ്ചസാര തീർന്നു. നെവിൻ പറയുന്നു ഞാൻ മാത്രമാണ് ചായ വെച്ച് കുടിക്കുന്നത്, ടീമിലെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചായ വെച്ച് കുടിക്കുന്നുണ്ടല്ലോ, അപ്പം എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റം പറയുന്നത് എന്നും പറഞ്ഞ് നെവിൻ അനുമോളോട് ഓർണമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ ശൈത്യ, ശരത്ത്, ബിനി ആണ് പങ്കെടുത്തത്. ഇവർക്ക് ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓരോരോ സർക്കിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 പേർക്ക് 3 സർക്കിൾ, ഓരോ പേര്, അവരുടെ 3 പേര് പേര് വെച്ചിട്ടുള്ള ഓരോ സർക്കിൾ. അപ്പോൾ അത് എം ടി ആയ സർക്കിൾ ആയിട്ടുണ്ടെങ്കിൽ അവരാണ് ആ ടാസ്ക് വിൻ ചെയ്യാൻ. പക്ഷെ ആ സർക്കിൾ വന്നിട്ട് 3 പേര് സർക്കിളും ഇടയിൽ വന്നിട്ട് എം ടി ആയിട്ടുണ്ട്. പക്ഷെ ശരത്തിന്റെ വരുമ്പോൾ മാത്രം ബിഗ് ബോസ് ബസറടിച്ചു. അപ്പം നമ്മൾക്കത് കാണുമ്പോഴേ തോന്നുന്നുണ്ട് ശൈത്യനെയും മിന്നിയും നമുക്ക് അവരെയും വരുമ്പോൾ ബിഗ് ബോസിനെ അടിക്കണമെങ്കിൽ അടിക്കായിരുന്നു. പക്ഷെ ഇതൊരു കളിയുള്ള പോലെ നമുക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് വിചാരിച്ചാൽ എന്തോടെ നടക്കാലോ, നമ്മൾ ഈ കാണുന്നതൊന്നും അല്ലല്ലോ അകത്ത് എന്താണെന്നുള്ളത്. സ്വച്ഛാധിപതി ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ആഴ്ച മൊത്തം വീട്ടിലത്തെ ഭരണം അവരുടെ ആയിരിക്കും. അതിൽ 3 ടാസ്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടാസ്ക് നമ്മൾക്കൊന്നും കാണിച്ചില്ല. അതിൽ 6 പേരിനെ സെലക്ഷൻ ചെയ്തു എല്ലാവരും ചേർന്നിട്ട്. അതിൽ ടീം എയിൽ വന്നിട്ട് നെവിൻ, ജിസേൽ, ഒനിയൽ ഇവരിനെയും, ടീം ബിയിൽ അനുമോള്, അഭിലാഷ്, ശൈത്യ ഇവരെയാണ് സെലക്ഷൻ ചെയ്തത്. സെക്കൻഡ് ടാസ്കിൽ 2 ടീമിലെ ഓരോ ആൾക്കാരുടെ വീതം പുറത്തേക്ക് പോകണം. ടീം എയില് ഒനിയലും ടീം ബിയില് അനുമോളെയാണ് പുറത്താക്കിയത്. 3ാമത്തെ ടാസ്ക് വന്നിട്ട് വടംവലിയാണ്. ആ വടംവലി ടാസ്കിൽ വന്നിട്ട് ജിസൈലിനെയും നെവിനെയും ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്ത മാതിരിയാണ് നമുക്ക് നന്നായിട്ട് ഫീൽ ആയത്. കാരണം ഇവർ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അഭിലാഷും ശൈത്യയും അത്രയ്ക്ക് സ്ട്രോങ് പോരാ. അപ്പൊ ജയിക്കുന്നത് നമുക്ക് കണ്ടാലേ അറിയില്ലേ ജിസൈലും നെവിനും ആണെന്ന്. പിന്നെ ജിസൈലിനും നെവിനും ആണ് സ്വച്ഛാധിപതി സ്ഥാനം അതിൽ ജയിച്ചതിൽ കിട്ടിയില്ല. ഇപ്പൊ ഇവർ പറയുന്ന 7 പേരിന് മാത്രമേ നോമിനേഷൻ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ 2 പേര് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനും ഇവർക്ക് അധികാരമുണ്ട്. അത് അതിലെയും അഭിലാഷനുമാണ് ആ 2 പേര്. ഭരണാധികാരികള് കിച്ചൺ ടീമിലുള്ള അനുമോളെ മാറ്റണമെന്നും റനിയെ അതിലേക്ക് എടുക്കണമെന്നും പറയുന്നു. കാരണം അനുമോൾ ചെറിയ കാര്യങ്ങൾക്ക് ഭയങ്കര പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വലുതാക്കുന്നത് കൊണ്ട് അനുമോളെ മാറ്റാനും ആണ് ഇപ്പോൾ ഇവര് മനസ്സിൽ തീരുമാനിച്ചിട്ടിരിക്കുന്നത്. ആദിലയുടെ ബർത്ത്ഡേക്ക് നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനോട്, ആദിലയുടെ ബർത്ത്ഡേ ആണ്, ഒരു കേക്ക് കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് അതേപോലെ ആദിലയുടെ ബർത്ത്ഡേ ദിവസം കേക്ക് കൊണ്ടുവന്നു. അന്നത്തെ ദിവസം തന്നെയാണ് ബിന്നിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ബിന്നിയുടെ ഫാമിലിയിൽ നിന്ന് ഒരു വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ബിന്നിക്ക് കേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്നിട്ട് എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് നന്നായിട്ട് സെലിബ്രേഷൻ ചെയ്തു. ഇതാണ് ഇന്നത്തെ ടാസ്ക്. ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ മറക്കാതെ കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.